ഹലോ സ്റ്റുഡൻസ്, ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എന്താണ് ഗാൽവനിക് സെല്ല്, അതിനകത്ത് എന്താ ഹാഫ് സെല്ല്, ഇലക്ട്രോഡ് എന്താണ്, ഒരു ഗാൽവനിക് സെല്ലിനകത്ത് സിമ്പിളായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഗാൽവനിക് സെല്ലിൻ്റെ എക്സാമ്പിളായ ഡാനിയൽ സെല്ലിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. ഇവിടെ നടക്കുന്ന റിയാക്ഷനെ റെപ്രസെൻറ്റ് പഠിച്ചു. ദെൻ ആനോഡ് എന്താണ്, കാഥോഡ് എന്താണ്, ഓക്സിഡേഷൻ നടക്കുന്ന ഇത് ഇലക്ട്രോഡ് ആനോഡും, റിഡക്ഷൻ നടക്കുന്നത് കാഥോഡും. പിന്നെ ഒരു സെല്ലിനെ സിംബോളിക് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യണം എങ്ങനെ പറഞ്ഞാൽ ആദ്യം ആനോഡാണ്, പിന്നെ കാഥോഡാണ്. സോൾട്ട് ബ്രിഡ്ജിന് രണ്ട് ലൈൻ വരക്കുന്ന, ആനോഡിനകത്ത് ഇലക്ട്രോലൈറ്റ് തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് സിംഗിൾ ലൈൻ വരക്കുന്ന, ആനോഡിനകത്ത് മെറ്റൽ ആദ്യം, ഇലക്ട്രോലൈറ്റ് രണ്ടാമത്, കാഥോഡിനകത്ത് ഇലക്ട്രോലൈറ്റ് ആദ്യം, മെറ്റൽ രണ്ടാമത്. പിന്നെ സോൾട്ട് ബ്രിഡ്ജ് എന്താണ്, അതിൻ്റെ ഫംഗ്ഷൻ എന്തൊക്കെയാണെന്നുള്ളത് പഠിച്ചു. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്, നിങ്ങളുടെ ബുക്കിനകത്ത് റിവേഴ്സിബിൾ സെൽ എന്നൊക്കെ ഉണ്ട്, വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല, സിലബസിനകത്ത് ഇല്ല, അപ്പോൾ അതുകൊണ്ട് വലിയ പോകേണ്ട ആവശ്യമില്ല. നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യേണ്ടത് സിംഗിൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ, ദാറ്റ് ഈസ് ഡിഫറൻസ് എന്നുള്ളൊരു മീനിങ്ങിലാണ് ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മളിപ്പോൾ സിങ്ക് സൾഫേറ്റ് ഒരു ഹാഫ് സെല്ല് കണ്ടായിരുന്നു. എക്സാമ്പിൾ സിങ്ക് സൾഫേറ്റിനകത്ത് ഡിപ്പ് ചെയ്യുന്നു, അല്ലെങ്കിൽ കോപ്പർ സൾഫേറ്റിനകത്ത് ഡിപ്പ് ചെയ്യുന്നു. അപ്പോൾ അവിടെ നമുക്ക് രണ്ട് പോസിബിലിറ്റി ഉണ്ട്. ഒരു മെറ്റലിൻ്റെ സോൾട്ട് സൊല്യൂഷനകത്ത് ഡിപ്പ് ചെയ്യുന്നതിന്. അപ്പോൾ നമ്മൾ മെറ്റലിൻ്റെ കേസിനകത്ത്, മെറ്റാലിക് ലാറ്റിസിനകത്ത് ലോവർ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്ത് പോയിട്ടുള്ള കാര്യമാണ്. മെറ്റൽ എന്ത് സാധാരണ നോർമലി ഒരു മെറ്റൽ എന്ത് ചെയ്യുന്നു, അതിൻ്റെ ഇലക്ട്രോണുകളെ കൊടുത്തിട്ട് M+ ആയിട്ട് നിൽക്കുന്നു. മെറ്റലിൻ്റെ ഒരു ടെൻഡൻസിയാണ് M+ ആയിട്ട് മാറാനായിട്ട്. പ്ലസ് എന്ത് ചെയ്യുന്നു, ഇലക്ട്രോൺസ് ഉണ്ടാകുന്നു. അപ്പോൾ ഓരോ മെറ്റൽസിനും അങ്ങനെ ഒരു ടെൻഡൻസി ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യുന്നു, മെറ്റലിൻ്റെ ചുറ്റും ഇതുപോലത്തെ N നമ്പർ ഓഫ് മെറ്റൽസ് ഉണ്ട്. അപ്പോൾ N നമ്പർ ഓഫ് M+ N നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ടാകുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഒരു മെറ്റലിൻ്റെ ചുറ്റും ഇലക്ട്രോൺസിൻ്റെ N നമ്പർ ഓഫ് ഇലക്ട്രോൺസിൻ്റെ ഒരു കടലിന് ചുറ്റും ഒരു മെറ്റൽ എന്നുള്ള രീതിയാണ് ഇലക്ട്രോൺ സീ തിയറി എന്ന് പറയുന്നത്. ഒരു മെറ്റൽ ലാറ്റിസിനകത്ത് ഒരു മെറ്റൽ അയോൺ ബൗണ്ടഡ് ടുഗദർ ബൈ C ഓഫ് വാലൻസ് ഇലക്ട്രോൺ. അതിൻ്റെ പുറത്തുള്ള വാലൻസ് ഇലക്ട്രോൺസിൻ്റെ ചുറ്റും അല്ലെങ്കിൽ വാലൻസ് ഇലക്ട്രോൺസാൽ ചുറ്റപ്പെട്ട് കിടക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെയുള്ളൊരു മെറ്റൽ കൺസെപ്റ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളൊരു മെറ്റലിനെ അതിൻ്റെ തന്നെ സൊല്യൂഷനകത്ത് ഡിപ്പ് ചെയ്ത്, എക്സാമ്പിൾ സിങ്ക് സൾഫേറ്റിനകത്തോ കോപ്പർ സൾഫേറ്റിനകത്തോ ഡിപ്പ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് രണ്ട് പോസിബിലിറ്റി ഉണ്ട്. ഒരു പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ മെറ്റൽ എന്ത് ചെയ്യുന്നു, സൊല്യൂഷനകത്തേക്ക് Mn+ ആൻഡ് N ഇലക്ട്രോൺസ് ആയിട്ട് സൊല്യൂഷനകത്തേക്ക് പോകാം. നമ്മളത് കണ്ടു, കഴിഞ്ഞ ക്ലാസ്സിനകത്തൊക്കെ കണ്ടു. Zn gives Zn2++2 ഇലക്ട്രോൺ എന്ന് പറഞ്ഞ് കണ്ടു. അവിടെ തന്നെ നമ്മൾ രണ്ടാമത്തെ ഒരു പോസിബിലിറ്റി ഉണ്ട്, എന്തായിരുന്നു, Cu2++2 ഇലക്ട്രോൺ ഗീസ് കോപ്പർ എന്ന് പറഞ്ഞ് കണ്ടു. നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തായിരുന്നു. സിങ്ക് Zn2+ ആയിട്ട് മാറുന്നു, കോപ്പർ Cu2+, അതെ Zn2+ ആൻഡ് 2 ഇലക്ട്രോൺ ആയിട്ട് മാറുന്നു. Cu2+ എന്തായാലും വന്ന് 2 ഇലക്ട്രോൺ ചെയ്തിട്ട് Cu ആയിട്ട് മാറുന്നു. അപ്പോൾ നമുക്കിവിടെ രണ്ട് പോസിബിലിറ്റിയാണ് ഒരു ഇലക്ട്രോഡിനകത്ത് നടക്കുന്നത്. ഒന്ന്, സം മെറ്റൽ ആറ്റം മേ ഗോ ഇൻ ടു ദ സൊല്യൂഷൻ ആസ് M+, ഞാൻ ആദ്യം പറഞ്ഞ കണ്ടീഷൻ. രണ്ടാമത്തെ സം മെറ്റൽ അയോൺസ് ഫ്രം സൊല്യൂഷൻ മേ എൻ്റർ ഇൻ ടു മെറ്റൽ ലാറ്റീസ്. അപ്പോൾ ആദ്യം ഒരു പോസിബിലിറ്റി, ഈ മെറ്റലിൽ നിന്ന് കുറച്ച് അയോൺസ് സൊല്യൂഷനകത്തേക്ക് M+ ആയിട്ട് മാറുന്നു. രണ്ടാമത്തെ പോസിബിലിറ്റി, സൊല്യൂഷനകത്തോടെ M+ മെറ്റലിനകത്തേക്ക് പോകുന്നു. അപ്പോൾ ആദ്യത്തെ കേസിനകത്ത് സം മെറ്റൽ ആറ്റം മേ ഗോ ഇൻ ടു സൊല്യൂഷൻ ആസ് M+ ആയിട്ട് മാറുമ്പോൾ എന്താണ്, അവിടെ നമുക്ക് ഇക്വൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആ മെറ്റലിനകത്ത് എടുക്കുന്നുണ്ടാവും. എന്ന് വെച്ചാൽ N+ ആയിട്ട് സൊല്യൂഷനകത്തേക്ക് പോകുന്നതാണ്. അപ്പോൾ എമ്മിൻ്റെ ചുറ്റും എന്തുണ്ടാവും, N നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ടാവും. അപ്പോൾ ആ മെറ്റലിന് എന്ത് ചാർജ് ഉണ്ടാവണം, അവിടെ മെറ്റൽ ബിക്കം നെഗറ്റീവ് ചാർജ് ഉണ്ടാകും. ദെൻ സൊല്യൂഷനകത്തേക്ക് ആരാ പോകുന്നത്, Mn+ ആണ് പോകുന്നത്. അപ്പോൾ പോസിറ്റീവ് ചാർജ് ആണ്. അപ്പോൾ സൊല്യൂഷൻ ബിക്കം പോസിറ്റീവ് ചാർജ് ആയിട്ട് മാറും. ഒരു കണ്ടീഷൻ. ഇനി രണ്ടാമത്തെ നമ്മൾ എന്താ പറഞ്ഞാൽ, മെറ്റൽ അയോൺസ് ഫ്രം സൊല്യൂഷനിലുള്ള മെറ്റൽ അയോൺസ് മെറ്റലിലേക്ക് വന്ന് ഡെപ്പോസിറ്റ് ചെയ്യുന്നു. അപ്പം സൊല്യൂഷനിലുള്ള മെറ്റൽ അയോൺസ് ആണ് വരുന്നത്. അപ്പം മെറ്റൽ അയോൺസ് എന്താ, കാറ്റിയോൺ ആണ്. അപ്പം അങ്ങനെ കാറ്റിയോൺസ് മെറ്റലിനകത്തേക്ക് വരുമ്പോൾ മെറ്റൽ മിക്കം എന്തായിട്ട് മാറും, ഒരു പോസിറ്റീവ് ചാർജ് ആയിട്ട് മാറും. സൊല്യൂഷൻ അവിടെ എന്തായിട്ട് മാറും, നെഗറ്റീവ് ചാർജ് ആയിട്ട് മാറും. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്, രണ്ട് കേസിനകത്ത് മെറ്റലിൽ നിന്ന് മെറ്റൽ അയോൺ സൊല്യൂഷനകത്തേക്ക് പോയാൽ, സൊല്യൂഷനിൽ നിന്ന് മെറ്റൽ അയോൺസ് M+ മെറ്റലിൽ ഒന്ന് ഡെപ്പോസിറ്റ് ചെയ്താലും മെറ്റലിനും ഇലക്ട്രോലൈറ്റിനും രണ്ട് ഡിഫറെൻറ്റ് ചാർജുകൾ ഉണ്ടാകുന്നു. സോ എ ചാർജ് ഡെവലപ്ഡ്, അത് പോസിറ്റീവ് ആകാം നെഗറ്റീവ് ആകാം, ഓൺ ദി മെറ്റൽ അട്രാക്ട്. അപ്പം മെറ്റൽ ഒരു ചാർജ് ഒരു ചാർജ് ക്രിയേറ്റ് ചെയ്യുന്നു, ഡെവലപ്പ് ചെയ്യുന്നു മെറ്റലിൻ്റെ സർഫസിനകത്ത്.
അങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന മെറ്റൽ എന്ത് ചെയ്യുന്നു, അട്രാക്ട് ഓപ്പോസിറ്റ്ലി ചാർജ് അയോൺസ് ഇൻ സൊല്യൂഷൻ ടുവേഴ്സ് ഇറ്റ് at that electrode so that an electrode double layer is formed at a metal solution interference. എന്ന് വെച്ചാൽ നമുക്ക് പറഞ്ഞു മെറ്റൽ എന്താ ചെയ്യുന്നത്, മെറ്റല് ഇവിടെ നിന്ന് Zn2+ ആയിട്ട് ഇങ്ങോട്ട് പോകുമ്പോൾ മെറ്റലിനൊരു എക്സസ് ആയിട്ട് ഇലക്ട്രോൺസ് ഉള്ളതുകൊണ്ട് നെഗറ്റീവ് ചാർജ് കിട്ടും. അപ്പോൾ നെഗറ്റീവ് ചാർജുള്ള മെറ്റൽ എന്ത് ചെയ്യുന്നു, ഈ സൊല്യൂഷനിൽ നിന്ന് പോസിറ്റീവ് ചാർജുള്ള Zn+നെ അട്രാക്ട് ചെയ്യുന്നു. സിമിലർലി നമ്മുടെ കോപ്പർ സൾഫേറ്റിൻ്റെ ഒരു കേസ് എടുക്കണമെങ്കിൽ ഇവിടെ എന്ത് ചെയ്യുന്നു, Cu സൊല്യൂഷനിൽ നിന്ന് Cu2+ ഈ മെറ്റലിൽ കയറി ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ മെറ്റലിന് Cu+ എന്നുള്ളൊരു ചാർജ് കിട്ടുന്ന സൊല്യൂഷനകത്ത് നെഗറ്റീവ് ചാർജ്. അപ്പോൾ ഇലക്ട്രോഡ് എന്ത് ചെയ്യുന്നു, ഈ മെറ്റൽ എന്ത് ചെയ്യും, സൊല്യൂഷന് നെഗറ്റീവ് ചാർജിനെ അട്രാക്ട് ചെയ്യുന്നു. അപ്പം ഈ മെറ്റലും ഇലക്ട്രോലൈറ്റും തമ്മിലുള്ള സർഫസ്, ഈ ഏരിയ മെറ്റൽ ഇലക്ട്രോലൈറ്റ് എന്നുള്ള സർഫസിനകത്ത് ഒരു ഡബിൾ ലെയർ ഫോം ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ ലെയറിനകത്ത് ഒരു ചാർജ് ആണെങ്കിൽ ഇപ്പുറത്തെ ലെയറിനകത്ത് വേറൊരു ചാർജ് ആയിരിക്കും. സിമിലർലി ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ സൊല്യൂഷൻ്റെ ഭാഗത്തുള്ള ലെയറിനകത്ത് ഒരു ചാർജ് ആണെങ്കിൽ ഇവിടെ വേറൊരു ചാർജ് ആയിരിക്കും. അതാണ് ഒരു ഡബിൾ ലെയർ ജനറേറ്റ് ചെയ്യുന്നത് പറഞ്ഞത്, ഡബിൾ ലെയർ ജനറേറ്റ് ചെയ്യുന്നു. അപ്പോൾ ദർ ഇസ് എ ഇലക്ട്രിക്കൽ ഡബിൾ ലെയർ ഫോംഡ് അറ്റ് ദി മെറ്റൽ സൊല്യൂഷൻ ഇൻ്റർഫറൻസ്. ആ മെറ്റലും സൊല്യൂഷൻ തമ്മിലുള്ള ഇൻ്റർഫറൻസ് നമ്മളൊന്ന് വിചാരിക്കുക, ഒരു ഗ്ലാസ് റോഡ് ഒരു വെള്ളത്തിനകത്ത് ഡിപ്പ് ചെയ്യുമ്പോൾ ആ ഗ്ലാസ് റോഡ് ഒരു മെറ്റൽ ആണെങ്കിൽ ആ ഗ്ലാസ് റോഡിന് ഒരു ചാർജ് ഉണ്ടാവും, വെള്ളത്തിന് വേറൊരു ചാർജ് ഉണ്ടാവും. ഈ വെള്ളവും ഗ്ലാസ് റോഡും തമ്മിലുള്ള ഭാഗത്ത് ഒരു ഡബിൾ ലെയർ ഫോം ചെയ്യുന്നു. ഈ ഡബിൾ ലെയറിനകത്ത് നമ്മൾ എടുക്കുന്ന മെറ്റലിൻ്റെ നേച്ചർ അനുസരിച്ച് ഒന്നില്ലെങ്കിൽ മെറ്റൽ പോസിറ്റീവ് ആയിരിക്കും അല്ലെങ്കിൽ മെറ്റൽ നെഗറ്റീവ് ആയിരിക്കും. അതനുസരിച്ച് അവിടെ ഒരു ആ ഡബിൾ ലെയറിനകത്ത് മെറ്റലിനൊന്നിലെ എക്സസ് ആയിട്ട് ചാർജ് ഉണ്ടാവും അല്ലെങ്കിൽ ഇലക്ട്രോലൈറ്റിന് എക്സസ് ആയിട്ട് ചാർജ് ഉണ്ടാവും. അപ്പോൾ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് അവിടെ ജനറേറ്റ് ചെയ്യുന്നു. ഒരു ഇക്വിലിബ്രിയത്തിനകത്ത് ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ജനറേറ്റ് ചെയ്യുന്നു. കാരണം ചില കേസിനകത്ത് മെറ്റലിന് നല്ല ടെൻഡൻസി ആയിട്ട് ഇലക്ട്രോണുകൾ വിട്ടുകൊടുത്ത് Mn+ ആയിട്ട് മാറാനായിട്ട്, ചില സമയത്ത് മെറ്റലിൻ്റെ അയോൺസിൻ്റെ ടെൻഡൻസിയാണ് ഇലക്ട്രോണുകൾ സ്വീകരിച്ചിട്ട് Mn ആയിട്ട് മാറാനായിട്ട്. അപ്പോൾ ആ നേച്ചർ അനുസരിച്ചിട്ട് ഇലക്ട്രോഡിനും ആ ഇലക്ട്രോലൈറ്റിൻ്റെ സർഫസിനകത്ത് ഒരു പൊട്ടൻഷ്യൽ ഉണ്ട്. ആ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ചില സമയത്ത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് കൂടുതലായിരിക്കും. ആ പൊട്ടൻഷ്യൽ ഡിഫറൻസിനെയാണ് നമ്മൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ആ പൊട്ടൻഷ്യൽ ഡിഫറൻസിനെയാണ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഒരു സിംഗിൾ ഇലക്ട്രോഡാണ്, അല്ലെങ്കിൽ ഒരു ഹാഫ് സെല്ലാണ്. അതുകൊണ്ടാണ് നമ്മുടെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യലിനെ സിംഗിൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. സോ ഇൻ ദിസ് ഇക്വിലിബ്രിയം പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് കോൾഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. അതെന്താണ് നമുക്ക് തന്നെ ഇറ്റ് ഈസ് എ മെഷർ ഓഫ് ദി ടെൻഡൻസി ഫോർ ഓക്സിഡേഷൻ ഓർ റിഡക്ഷൻ ടു ഒക്കർ അറ്റ് ദി ഇലക്ട്രോഡ്. ആ ഇലക്ട്രോഡിനകത്ത് ഓക്സിഡേഷനാണോ റിഡക്ഷൻ ആണോ തരുന്നത് എന്നുള്ളൊരു മെഷറാണ് ആ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഇസ് ദ മെഷർ ഓഫ് ദി ടെൻഡൻസി ഓഫ് ആൻ ഇലക്ട്രോഡ് ടു ലൂസ് ഓർ ഗെയിൻ ഇലക്ട്രോൺ. ഒരു ഇലക്ട്രോണിനെ ലൂസ് ചെയ്യാനോ ഗെയിൻ ചെയ്യാനോ ഉള്ള ടെൻഡൻസിയുടെ ഒരു മെഷറാണ്, ഒരു ക്വാണ്ടിറ്റിയാണ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. അതായത് എപ്പോഴാണ് there is an equilibrium potential difference developed due to separation of charges at a metal solution interference when metal is kept in contact with the solution of its own ion. ഒരു മെറ്റലിന് അതിൻ്റേതായിട്ടുള്ള ഒരു അയോണിൻ്റെ സൊല്യൂഷനകത്ത് ഡിപ്പ് ചെയ്ത് വെക്കുമ്പോഴേക്കും മെറ്റൽ സൊല്യൂഷൻ ഇൻ്റർഫറൻസിനകത്ത് ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡെവലപ്പ് ചെയ്യുന്ന ആ പൊട്ടൻഷ്യൽ ഡിഫറൻസിനാണ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഇറ്റ്സ് എ മെഷർ ടെൻഡൻസി ഓഫ് ദാറ്റ് ഇലക്ട്രോഡ് ടു ലൂസ് ഓർ ഗെയിൻ ഇലക്ട്രോൺ എന്നാണ്. പിന്നെ അതിന് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സിനെ മെറ്റൽ ആൻഡ് മെറ്റൽസ് അയോൺസിൻ്റെ നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന, സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ ഡിപ്പെൻഡ് ചെയ്യുന്ന, ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ഇനി നമ്മൾ പറഞ്ഞാൽ അതിൻ്റെ ടെൻഡൻസിയാണ് ഇലക്ട്രോണെ ലൂസ് ചെയ്യാനും ഇലക്ട്രോണെ ഗെയിൻ ചെയ്യാനുള്ള ടെൻഡൻസിയാണെന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ സപ്പോസ് ഇലക്ട്രോണിൽ ലൂസ് ചെയ്യാനാണെങ്കിൽ ആ ഇലക്ട്രോഡ് പൊട്ടൻഷ്യലിനെ ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ എന്ന് വിളിക്കുന്നു. അതിനുശേഷം ഇലക്ട്രോണിനെ സ്വീകരിക്കുന്ന ടെൻഡൻസി ആണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ നമ്മൾ റിഡക്ഷൻ പൊട്ടൻഷ്യൽ എന്നുള്ള രീതിയിലാണ് വിളിക്കുന്നത്. അപ്പോൾ ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ റിഡക്ഷൻ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞത് ന്യൂമറിക്കലി ഈക്വൽ ആയിരിക്കും, പക്ഷെ ഓപ്പോസിറ്റ് സൈൻ ആയിരിക്കും. ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ എന്ന് പറയുമ്പോൾ ഒന്നില്ലെങ്കിൽ ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്താനുള്ള ടെൻഡൻസി, റിഡക്ഷൻ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിനെ സ്വീകരിക്കാനുള്ള ടെൻഡൻസി. അപ്പം ന്യൂമറിക്കലി അതിൻ്റെ വാല്യൂ സെയിം ആയിരിക്കും, പക്ഷേ ഓപ്പോസിറ്റ് സൈൻ ആയിരിക്കും. ഇനി സൈൻ കൺവേർഷൻ വെച്ചിട്ട് നമുക്ക് പല സ്ഥലത്തും പലയിടത്തും ഈ പോസിറ്റീവ് സൈനും നെഗറ്റീവ് സൈനും പലയിടത്തും അങ്ങോട്ടും ഇങ്ങോട്ടും പല രീതിയിലും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ഓതർ പോസിറ്റീവ് സൈൻ വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യും, വേറൊരു ഓതർ നെഗറ്റീവ് സൈൻ വെച്ചിട്ടൊക്കെ റെപ്രസെൻറ്റ് ചെയ്യും. അപ്പോൾ ആ കൺഫ്യൂഷനൊക്കെ ഒഴിവാക്കാൻ വേണ്ടി IUPAC എന്ന് പറഞ്ഞൊരു കെമിസ്ട്രിയുടെ ഒരു യൂണിയനാണ്, ഇൻ്റർനാഷണൽ യൂണിയൻ ഓഫ് പ്യുവർ ആൻഡ് അപ്ലൈഡ് കെമിസ്ട്രി. അവർ കോമൺ ആയിട്ട് ഒരു സൈൻ കൺവെൻഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. ആ കൺവെൻഷൻ പ്രകാരം ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ
ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ ആകാം, റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആകാം. അത് എപ്പോഴും റിഡക്ഷൻ പൊട്ടൻഷ്യലായിട്ട് യൂണിവേഴ്സിൽ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ പറയുന്ന ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ, സിംഗിൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓക്സിഡേഷൻ ആകാം, റിഡക്ഷൻ ആകാം. പക്ഷേ നമ്മുടെ എപ്പോഴും റിഡക്ഷൻ പൊട്ടൻഷ്യലാണ് ആ ടേമിനെ റെപ്രസെൻറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആണ്. ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ എന്ന സമയത്ത് സൈൻ്റെ വ്യത്യാസം മാത്രമേ ഉണ്ടാവുള്ളൂ, ക്വാണ്ടിറ്റി സെയിം ആയിരിക്കും. ഇനി നമ്മളിപ്പോൾ പറഞ്ഞ സിംഗിൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ നമുക്ക് ഒരു ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ നമുക്ക് ആക്യുറേറ്റ് ആയിട്ട് ഡയറക്റ്റ് മെഷർ ചെയ്യാൻ പറ്റില്ല. കാരണം ഒരു സെല്ല് എന്ന് പറയുന്നത് 2 ഹാഫ് സെല്ലുകൾ കൂടിയിട്ടാണ് ഒരു സെല്ല് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഹാഫ് സെല്ലിൻ്റെ മാത്രമായിട്ട് നമുക്ക് അബ്സല്യൂട്ട് വാല്യൂ, അതിൻ്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ആയിട്ടുള്ള അബ്സല്യൂട്ട് വാല്യൂ നമുക്കൊരു സിംഗിൾ ഇലക്ട്രോഡിൻ്റെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഒരു ഹാഫ് സെല്ല് ഒരിക്കലും ഒരു സെല്ലായിട്ട് വർക്ക് ചെയ്യില്ല. അപ്പോൾ നമുക്ക് എന്ത് വേണം? നമുക്കത് മെഷർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെ വേറൊരു ഹാഫ് സെല്ലായിട്ട് കപ്പിൾ ചെയ്യണം. അങ്ങനെ കപ്പിൾ ചെയ്യാനായിട്ട് നമ്മൾ എടുക്കുന്ന ഹാഫ് സെല്ല് നമ്മളൊരു സ്റ്റാൻഡേർഡ് ആയിട്ട് എടുക്കുന്നത്, അതിനാണ് റെഫറൻസ് ഇലക്ട്രോഡ് എന്ന് പറയുന്നത്. കാരണം അതിൻ്റെ വാല്യൂ നമ്മൾ ആർബിട്രറി ഫിക്സ് ചെയ്തിരിക്കണം. അതിൻ്റെ വാല്യൂ അറിയില്ലെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്കൊരു വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മളൊരാളുടെ ഹൈറ്റ് നമുക്ക് മെഷർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ സ്കെയിലൊന്നുമില്ല. അപ്പോൾ നമ്മുടെ കയ്യിൽ സ്കെയിലില്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യണം? ഏതെങ്കിലും ഒരാളെ സ്റ്റാൻഡേർഡ് വെച്ചിട്ട് മറ്റേയാളേക്കാൾ മറ്റേയാൾക്ക് ഇത്ര കുറവുണ്ട്, ഇത്ര കൂടുതലുണ്ട് എന്നുള്ള രീതിയിൽ പറയും. അപ്പോൾ മറ്റേയാൾ ഇവിടെ നമ്മളൊരു സ്റ്റാൻഡേർഡായിട്ട് ഫിക്സ് ചെയ്ത് വെച്ചാണ്, അയാളാണ് റെഫറൻസ്. അപ്പോൾ ഒരു ക്ലാസ്സിൽ 5 ആൾക്കാരുണ്ടെങ്കിൽ 5 ആൾക്കാരുടെ ഹൈറ്റ് നമ്മൾ ഏതെങ്കിലും ഒരാളെ ഫിക്സ് ചെയ്തിട്ട് അയാൾ വെച്ചിട്ടായിരിക്കും കമ്പയർ ചെയ്യണത്. അപ്പം മൂന്നാമത്തെ ആളെക്കാളും ഇത്രയും കൂടുതലുണ്ട്, മൂന്നാമത്തെ ആളെക്കാളും ഇത്രയും കുറവുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഹൈറ്റ് ആണ്. അപ്പം അതേപോലെ അപ്പം മൂന്നാമത്തെ ആൾ നമുക്കൊരു റെഫറൻസ് ആണ്. അതുപോലെ നമുക്കൊരു റെഫറൻസ് ഇലക്ട്രോഡ് വേണം. ആ റെഫറൻസ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ആർബിട്രറി നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. അത് വെച്ചിട്ടാണ് നമ്മൾ ഏത് സെല്ലിൻ്റെ ഇതിനകത്തുള്ള ഹാഫ് സെല്ലിൻ്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ നമ്മൾ മെഷർ ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ സ്റ്റാൻഡേർഡായിട്ട് യൂസ് ചെയ്യുന്ന ഇലക്ട്രോഡാണ് സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് അല്ലെങ്കിൽ നോർമൽ ഹൈഡ്രജൻ ഇലക്ട്രോഡ് എന്ന് പറയും. സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡിൻ്റെ ഷോർട്ട് ഫോമാണ് ഷീ. അതൊക്കെ സാധാരണ ചോദിക്കാവുന്ന സാധനമാണ്. ഷീ എന്താണ്, അതിൻ്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എത്രയാണ്, അല്ലെങ്കിൽ ഷീനെ കുറിച്ച് ഒരു ഡിസ്കഷൻ എഴുതാനൊക്കെ പറഞ്ഞാൽ ചോദിക്കാം. അപ്പോൾ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് അല്ലെങ്കിൽ നോർമൽ ഹൈഡ്രജൻ ഇലക്ട്രോഡ് ആണ്. അതിന് അതെങ്ങനെയെന്ന് നോക്കിയേ, ഒരു ഇലക്ട്രോഡ് അതിന് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന പ്ലാറ്റിനം വയറാണ്. പ്ലാറ്റിനം വയർ ഒരു പ്ലാറ്റിനത്തിൻ്റെ ഫോയിലിനകത്ത് കണക്ട് ചെയ്തിട്ടുണ്ട്. അതെന്തായിരുന്നു, ഒരു ആസിഡിനകത്ത് ഡിപ്പ് ചെയ്തിരിക്കണം. ആസിഡിനകത്ത് H+ തരുന്ന ഒരു ആസിഡായിരിക്കാം. അപ്പോൾ നോർമലി ഹൈഡ്രോക്ലോറിക് ആസിഡ് 1 മോളർ സൊല്യൂഷനാണ്. അതിനകത്തേക്ക് ഹൈഡ്രജൻ ഗ്യാസ് എപ്പോഴും ബബിൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. കണ്ടീഷൻ്റെ 1 ബാർ പ്രഷറും 298 കെൽവിനും 1 മോളാർ കോൺസെൻട്രേഷനാണ്. ആ സമയത്ത് അതിൻ്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ നമ്മൾ ആർബിട്രറി ആയിട്ട് ഫിക്സ് ചെയ്യുന്നതിൻ്റെ വാല്യൂ 0 ആയിട്ട് എടുക്കണം. അതാണ് സ്റ്റാൻഡേർഡ് ആയിട്ട് എടുക്കുന്നത്. 0 വോൾട്ട് ആയിരിക്കും. അപ്പോൾ SHയുടെ സാധാരണ ചോദിക്കുന്ന ചോദ്യങ്ങളാണ്, വാട്ട് ഈസ് ദ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ പൊട്ടൻഷ്യൽ ഓഫ് ഷീ, വാട്ട് ഈസ് ദ വാല്യൂ. സിമ്പിളായിട്ട് 0 പൊട്ടൻഷ്യൽ. അല്ലെങ്കിൽ എന്താണ് സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഇന്നതാണ്, അതിനകത്ത് ഇന്ന സാധനങ്ങളുണ്ടെന്നുള്ളത് പറയാം. ഈ ഒരു പാരഗ്രാഫ് മെയിനായിട്ട് മറക്കാണ്ട് പറയാം. ഇറ്റ് കൺസിസ്റ്റ് എ പ്ലാറ്റിനം വയർ അറ്റാച്ച്ഡ് എ പ്ലാറ്റിനൈസ്ഡ് പ്ലാറ്റിനം ഫോയിൽ. ഇതാണ് പ്ലാറ്റിനം ഫോയിൽ, ഇതാണ് പ്ലാറ്റിനം വയർ. കെപ്റ്റ് ഡിപ്ഡ് ഇൻ ആസിഡ് സൊല്യൂഷൻ കണ്ടെയ്നിങ് H+ അയൺ. H+ അയൺ ഒരു ആസിഡാണ്. കോമൺ ആയിട്ട് 1 മോളർ HCl ആണ് എടുക്കുന്നത്. പ്യുവർ ഹൈഡ്രജന് നമ്മൾ 1 ബാർ പ്രഷറിനകത്തും 298 കെൽവിനകത്തേക്ക് സൊല്യൂഷനകത്തേക്ക് ബബിൾ ചെയ്യുന്നു. അപ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നു, ഈ ആസിഡിനകത്തുള്ള H+ ഇലക്ട്രോണിനെ സ്വീകരിച്ചിട്ട് H2 ഗ്യാസ് ആയിട്ട് മാറുന്നു. H2 ഗ്യാസ് എന്ത് ചെയ്യുന്ന H+ ആയിട്ട് മാറും. അങ്ങനെയുള്ള പ്രോസസ്സാണ്. പ്ലാറ്റിനം H2 H+ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അതിൻ്റെ വാല്യൂ നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഈ SH ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ബാക്കിയുള്ള ഏത് ഒരു സബ്സ്റ്റൻസിൻ്റെയും ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ, ദാറ്റ് ഈസ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, നമുക്കൊരു സെല്ല് വേണമെന്നുണ്ടെങ്കിൽ 2 ഹാഫ് സെല്ല് വേണമെന്ന് പറഞ്ഞാൽ എയും ബിയും വേണം. അപ്പോൾ ഐദർ എ അല്ലെങ്കിൽ ഐദർ ബി നമ്മൾ SH ആയിട്ട് ഫിക്സ് ചെയ്യുക. ഇപ്പോൾ എ SH ആയിട്ട് ഫിക്സ് ചെയ്യാനാണെങ്കിൽ ബി നമുക്ക് ഏത് ഇലക്ട്രോഡാണ് ആ ഇലക്ട്രോഡിൻ്റെ സോൾട്ടബിൾ ഉപയോഗിച്ചിട്ട് ഇതായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഒരു ഫുൾ സെല്ലായിട്ട് മാറും. എന്നിട്ട് നമുക്ക് അത് കിട്ടുന്ന വാല്യൂ എന്താണോ ആ വാല്യൂ ആയിരിക്കും നമ്മുടെ സെല്ലിൻ്റെ വാല്യൂ, ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ. കാരണം SHയുടെ വാല്യൂ എപ്പോഴും 0 ആയിരിക്കും. അപ്പോൾ ഇത് തമ്മിൽ കണക്ട് ചെയ്യുന്ന 2 സെല്ലുകൾ, ഒരു എ എന്നുള്ളൊരു ഹാഫ് സെല്ലും ബി എന്നുള്ള ഹാഫ് സെല്ലും നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് കിട്ടുന്ന ടോട്ടൽ സെല്ലിൻ്റെ EMF എന്ന് പറയുന്നത് അതിനകത്തുള്ള ഐദർ എ അല്ലെങ്കിൽ ബിയുടെ വാല്യൂവിന് ഇക്വലൻ്റ് ആയിരിക്കും. കാരണം നമ്മൾ ഒരെണ്ണം SH ആയിട്ട് എടുക്കുന്ന അതിൻ്റെ വാല്യൂ എത്ര 0 ആണ്. അപ്പോൾ 2 എണ്ണം തമ്മിൽ കണക്ട് ചെയ്യുമ്പോൾ ഒരെണ്ണത്തിൻ്റെ വാല്യൂ 0 ആണെങ്കിൽ മറ്റേതിൻ്റെ വാല്യൂ ഈക്വൽ ടു ടോട്ടൽ വാല്യൂ എന്നുള്ള രീതിയിൽ വരും.
ഇനി ഇവിടെയും നമുക്കൊരു സൈൻ കൺവേർഷൻ ഉണ്ട്. ആ സൈൻ കൺവേർഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എസ് എച്ചിയുടെ വാല്യൂ 0 ആയിട്ടാണ് നമ്മൾ ഫിക്സ് ചെയ്തിരുന്നത്. എസ് എച്ചിയുടെ വാല്യൂ 0 ആയിട്ടാണ് ഫിക്സ് ചെയ്തിരുന്നത്. ഇനി നമ്മൾ എടുക്കുന്ന ഒരു ഇലക്ട്രോഡിനെ റിഡക്ഷൻ സംഭവിക്കണമെങ്കിൽ, നമ്മൾ എടുക്കുന്ന ഒരു ഇലക്ട്രോഡ് എസ് എച്ച് ആയിട്ട് കമ്പൈൻ ചെയ്യുന്ന ഒരു ഇലക്ട്രോഡ് റിഡക്ഷൻ സംഭവിക്കണമെങ്കിൽ അതിൻ്റെ വാല്യൂ നമ്മൾ പോസിറ്റീവായിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, റിഡക്ഷൻ സംഭവിക്കണമെങ്കിൽ. ഇനി നമ്മൾ എടുക്കുന്ന ഒരു ഇതിൻ്റെ എസ് എച്ച് ആയിട്ട് കമ്പയർ ചെയ്യുന്ന ഒരു സിംഗിൾ ഇലക്ട്രോഡിന് ഓക്സിഡേഷനാണ് സംഭവിക്കണമെന്നുണ്ടെങ്കിൽ ആ കിട്ടുന്ന ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എപ്പോഴും നെഗറ്റീവായിട്ടായിരിക്കും നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മളൊരു ഇലക്ട്രോ കെമിക്കൽ സീരീസ് ഉണ്ട്, സ്റ്റാൻഡേർഡ് കണ്ടീഷനാണ്. അത് എന്താണെന്ന് പറയാം. ആ ഇലക്ട്രോ കെമിക്കൽ സീരീസിനകത്തൊക്കെ ഹൈഡ്രജൻ്റെ വാല്യൂ എപ്പോഴും 0 ആയിരിക്കും. ഹൈഡ്രജൻ്റെ മേളിൽ വന്നതിൻ്റെ ആൾക്കാരുടെ വാല്യൂ നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ അവിടെ എന്താ സംഭവിക്കണം? നെഗറ്റീവ് നമ്മൾ എന്താ പറഞ്ഞത്? നെഗറ്റീവ് മീൻസ് ഓക്സിഡേഷനാണ്. അപ്പോൾ ഈ ഇതിന് മേളിലുള്ള എല്ലാം ഓക്സിഡേഷൻ സംഭവിക്കുന്ന ഇലക്ട്രോഡുകളാണ്. അപ്പോൾ ഓക്സിഡേഷൻ ഈസിലി അണ്ടർഗോ ഓക്സിഡേഷൻ നടക്കുന്ന ആൾക്കാരാകുമ്പോൾ എന്താ ഗുഡ് റെഡ്യൂസിങ് ഏജൻ്റ് ആയിരിക്കും. ഇനി താഴേക്കുള്ളതിൻ്റെയൊക്കെ വാല്യൂ എന്നിട്ട് പ്ലസ് ആണ്. പ്ലസ് ആണെങ്കിൽ നോർമലി എന്താ നമ്മൾ പറഞ്ഞത്? റിഡക്ഷൻ ആയിരിക്കും അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ റിഡക്ഷൻ സംഭവിക്കണമെങ്കിൽ ഈ സാധനങ്ങളൊക്കെ നല്ല സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജൻ്റ് ആയിരിക്കും. അപ്പോൾ ഫ്ലൂറിൻ നല്ലൊരു സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജൻ്റ് ആണ്. അതേസമയം ലിഥിയം നല്ലൊരു സ്ട്രോങ് റിഡ്യൂസിങ് ഏജൻ്റ് ആണ്. IUPAC കൺവേർഷൻ നമ്മൾ 2 IUPAC കൺവേർഷൻ പഠിച്ചു. ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആണ് എന്നുള്ളത് IUPAC കൺവേർഷൻ ആണ്. പിന്നെ SH ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ ഇലക്ട്രോണിന് ഓക്സിഡേഷൻ സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ റിഡക്ഷൻ പൊട്ടൻഷ്യലെ നെഗറ്റീവ് വാല്യൂ വെച്ചിട്ടും നമ്മൾ SH ആയിട്ട് കമ്പയർ ചെയ്യുന്ന ഇലക്ട്രോഡിന് റിഡക്ഷനെ സംഭവിക്കണമെങ്കിൽ അതിൻ്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ പോസിറ്റീവ് വാല്യൂ ആയിട്ടായിരിക്കും നമ്മൾ എടുക്കുന്നത്. ഇപ്പോഴൊക്കെ നമ്മൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി എന്താണ് സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ? സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറയുമ്പോഴേക്ക് നമ്മൾ ആദ്യം നോക്കാം. ഇവിടെ ഹൈഡ്രജൻ ഇലക്ട്രോഡ് നമുക്ക് അവിടെ ഒരു സ്റ്റാൻഡേർഡ് കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു സ്റ്റാൻഡേർഡ് കണ്ടീഷൻ? എന്തായിരുന്നു? കോൺസെൻട്രേഷൻ സൊല്യൂഷൻ ഈസ് 1 മോളാർ, പ്രഷർ ഈസ് 1 ബാർ ആൻഡ് ടെമ്പറേച്ചർ ഈസ് 298. അത് തന്നെയാണ് ഇവിടെയും കണ്ടീഷൻ. ആൻഡ് ഇലക്ട്രോഡ് ഈസ് കോൾഡ് സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ്. ഇറ്റ്സ് ഇലക്ട്രോഡേറ്റ് കോൺസെൻട്രേഷൻ ഈസ് 1 മോളാർ ആയിരിക്കണം. അതിൻ്റെ പ്രഷർ അതിനകത്ത് പാർഷ്യൽ പ്രഷർ ഓഫ് എനി ഗ്യാസ് ഉണ്ടെങ്കിൽ 1 ബാർ ആയിരിക്കണം. ടെമ്പറേച്ചർ 298 ആണ്. അങ്ങനെ ഉണ്ടെങ്കിലുള്ള ആ ഇലക്ട്രോഡ് സിംഗിൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്റ്റാൻഡേർഡ് കണ്ടീഷൻ ആയിരിക്കും. അതിന് വിളിക്കുന്ന പേരാണ് സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. അപ്പോൾ ഇപ്പം നമ്മൾ എടുത്ത സാധനം തന്നെ അത് സ്റ്റാൻഡേർഡ് കണ്ടീഷനാണ് സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞ 2 ഇലക്ട്രോഡുകൾ തമ്മിൽ കണക്ട് ചെയ്യുമ്പോഴേക്കാണ് ഒരു സെല്ലായിട്ട് മാറുന്നത്. ആ സെല്ലിനകത്ത് സെല്ലിൻ്റെ EMF എന്ന് പറയുന്നത് സെല്ലിനെ റെപ്രസെൻറ്റ് ചെയ്യണത് എങ്ങനെയാണ്? സെൽ റെപ്രസെൻറ്റേഷൻ നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പഠിച്ചു. സെൽ റെപ്രസെൻറ്റേഷനകത്ത് എന്തായിരുന്നു? സെൽ റെപ്രസെൻറ്റേഷനകത്ത് നമ്മൾ പറഞ്ഞു ആനോഡ് ഫസ്റ്റ് എഴുതുന്നു, കാഥോഡ് സെക്കൻഡ് എഴുതുന്നു. സെല്ലിൻ്റെ റെപ്രസെൻറ്റേഷൻ സിംബോളിക് റെപ്രസെൻറ്റേഷനകത്ത് ആദ്യം ആനോഡ് പിന്നെ കാഥോഡ്. അതേസമയം നമ്മളൊരു സെൽ EMF റെപ്രസെൻറ്റ് ചെയ്യണമെങ്കിൽ സെല്ലിൻ്റെ EMF കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കാഥോഡ് ഫസ്റ്റ്, ദാറ്റ് ഈസ് റൈറ്റ് ഫസ്റ്റ്, ദെൻ ലെഫ്റ്റ് സെക്കൻഡ്. അപ്പോൾ കാഥോഡ് മൈനസ് ആനോഡ്. കാഥോഡിൽ എന്താ നടക്കുന്നത്? റിഡക്ഷനാണ്. അപ്പോൾ റിഡക്ഷൻ മൈനസ് ഓക്സിഡേഷൻ ആയിരിക്കും. ഇപ്പോൾ 2 റിഡക്ഷൻ പൊട്ടൻഷ്യലാണ്. അപ്പോൾ ആദ്യം നടക്കുന്ന ആളേതാണ് അത് റിഡക്ഷൻ ഉള്ള ആളായിരിക്കും, പിന്നെ ഓക്സിഡേഷൻ ആയിരിക്കും. അപ്പോൾ നമ്മൾ എപ്പോഴും പറഞ്ഞ റൈറ്റ് സൈഡിലുള്ള ആൾക്കായിരിക്കും റിഡക്ഷൻ സംഭവിക്കുന്നത്, ലെഫ്റ്റ് സൈഡിലുള്ള ആൾക്കാർക്ക് ഓക്സിഡേഷൻ സംഭവിക്കുന്നത്. ഇനി വേറൊരു കാര്യം കൊണ്ട് ഒരു സെല്ലിൻ്റെ EMF എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈ കിട്ടുന്ന വാല്യൂ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. ഇത് വാല്യൂ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന കാഥോഡ് ആനോഡ് അനുസരിച്ച് ഇതിൻ്റെ വാല്യൂസ് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ അതിൽ നിന്നാണ് നമ്മുടെ ഇലക്ട്രോഡ് ആനോഡാണ് കാഥോഡാണെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അവിടെ ഓക്സിഡേഷൻ ആണ് റിഡക്ഷൻ ആണെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ SH ആയിട്ട് സിങ്ക് ആയിട്ടാണ് കണക്ട് ചെയ്തേക്കുന്നത്. SH സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡും സിങ്കും തമ്മിൽ നമ്മൾ സ്റ്റാൻഡേർഡ് കണ്ടീഷൻ എടുക്കണേണ്. അപ്പോൾ നമ്മുടെ സെൽ EMF വാല്യൂ 0.76 കിട്ടി. ഇനി ഈ സിങ്കിൻ്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ സിങ്ക് എളുപ്പത്തിൽ ഓക്സിഡേഷൻ സംഭവിക്കുന്ന ആളാണ്. അപ്പോൾ ഓക്സിഡേഷൻ സംഭവിക്കുന്ന ആൾക്കിൻ്റെ വാല്യൂ എന്തായിരുന്നു? നമ്മൾ പറഞ്ഞ് നെഗറ്റീവ് ആണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ ഇതിനകത്ത് സിങ്ക് എവിടെ ഇരിക്കുന്നത്? സിങ്ക് ഈ ഭാഗത്തായിരിക്കും സിങ്ക് വരുന്നത്.
ഇനിയിപ്പോൾ സപ്പോസ് കോപ്പറാണ് യൂസ് ചെയ്തതെങ്കിൽ കോപ്പറിന് എളുപ്പത്തിൽ നമ്മൾ ആ സ്റ്റാൻഡേർഡ് സീരീസ് എടുക്കണമെന്ന് നോക്കാം. കോപ്പർ എവിടെയാണ് ഹൈഡ്രജന് താഴെ വരുന്നത്. അപ്പോൾ കോപ്പറിന് എളുപ്പത്തിൽ റിഡക്ഷൻ സംഭവിക്കുന്നു. സിങ്ക് മേളിലാണ്. സിങ്ക് നമ്മൾ എളുപ്പത്തിൽ ഓക്സിഡേഷൻ സംഭവിക്കുന്നു. അപ്പോൾ ഓക്സിഡേഷൻ സംഭവിക്കുന്ന കാരണം സിങ്ക് നമ്മളെപ്പോഴും എവിടെയെന്ന് ആനോഡിലായിരിക്കും റെപ്രസെൻറ്റ് ചെയ്യണം. കോപ്പർ ആണെങ്കിൽ നമ്മൾ SH ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കാഥോഡിലായിരിക്കും. അപ്പോൾ കോപ്പറിൻ്റെ വാല്യൂ എപ്പോഴേക്കും പോസിറ്റീവ് ആയിരിക്കും, കാരണം അത് ആനോഡിലാണ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കിട്ടിയ സെൽ വാല്യൂ 0.34 ആണ്. 0.34 മൈനസ് 0 ഹൈഡ്രജൻ്റെ 0 ആണ് സീക്വൽ ടു ദിസ് വൺ. ഇനി ഇവിടുത്തെ വാല്യൂ ആണെങ്കിൽ നമ്മൾ -76ൻ്റെ -0 ആണ് സീക്വൽ ടു ഇത് വാല്യൂ എത്രയായപ്പോഴും പ്ലസ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യണം, കാരണം നെഗറ്റീവ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഈ സെൽ വാല്യൂ നെഗറ്റീവ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഓക്കെ.